സാരംഗ് ഗുഡ് മോർണിംഗ്. ഈ കേരള സർവകലാശാലയിൽ VC-യുടെ നടപടികൾ ഓരോ ദിവസവും നിയമവിരുദ്ധമായി ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പോൾ സർവീസ് പ്രൊവൈഡർമാരെ മാറ്റുക എന്ന ആലോചനയിലാണ് VC. പകരം ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഈ ഡിജിറ്റലൈസേഷന്റെ ചുമതല നൽകുക എന്നതാണല്ലോ ആലോചിക്കുന്നത്. അവിടെ VC ആയിരിക്കുന്നത് സീസ തോമസ് ആണ്. ചാൻസലറുടെ ഏറ്റവും അടുപ്പക്കാരിയായ, അല്ലെങ്കിൽ സംഘപരിവാറിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൂടിയാണ്. ഇതിന്റെ നിയമപരമായ സാധുതകൾ എങ്ങനെയാണ്? ഈ ഡിജിറ്റൽ പ്രൊവൈഡർമാരെ മാറ്റാൻ VC-ക്ക് അധികാരമുണ്ടോ സാരംഗ്? മനു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ കേരള സർവകലാശാലയിൽ അതായത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കേരള സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെ ആകെ തന്നെ അവതാളത്തിലാക്കിക്കൊണ്ടുള്ള ഒരു നിയമ നടപടികളാണ് മോഹൻ കുന്നുമ്മൽ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒടുവിലത്തെ ഒരു സൂചിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഫയലിങ്ങിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നിലവിൽ ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ മോഹൻ കുന്നുമ്മലുള്ളത്. പ്രധാനമായും ഇത്തരത്തിൽ ഈ മോഹൻ കുന്നുമ്മലിന് വേണ്ട, അല്ലെങ്കിൽ RSSന് ഏറ്റവും അടുപ്പമുള്ള അടുപ്പക്കാരിയായ സീസ തോമസ് അവിടെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ, അതായത് ആ കാര്യങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണം കൊണ്ടുവരാൻ ഈ VC-ക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഫയലിങ്ങിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇത്തരത്തിൽ ഈ VC-ക്ക് നൽകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇത് ഈ ഫയലിംഗ് പ്രൊവൈഡർമാർ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ നോഡൽ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരത്തിലൊരു നടപടി VC-ക്കെതിരെ വന്നതോടുകൂടി ഇത്തരത്തിൽ ഈ നോഡൽ ഓഫീസർമാരെയും അതായത് നിയമവിരുദ്ധമായി പുറത്താക്കണം, അല്ലെങ്കിൽ അനുവദിക്കേണ്ട, അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കേണ്ട എന്നുള്ള തരത്തിൽ ഈ VC നടപടിയെടുത്തിരുന്നു. എന്തുതന്നെയായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ ഫയലിങ്ങിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും VC-ക്ക് നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ പ്രൊവൈഡർമാർ പറയുന്നത്. ഇതൊരു തിരിച്ചടിയായിരുന്നു ഇത്തരത്തിലുള്ള ഈ VC-ക്ക്. എന്തുതന്നെയായാലും ഈ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ എന്തായാലും ഈ VC-ക്ക് അധികാരമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ തീരുമാനങ്ങൾക്കും അധികാരമുള്ളത്, ചുമതലയുള്ളത് എന്തിനായാലും സിൻഡിക്കേറ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ രജിസ്ട്രാർഡായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാറിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം, അതായത് അനിൽകുമാർ നോക്കുന്ന ഫയലുകളിൽ തുടർ നടപടികൾ വേണ്ട എന്നുള്ള കർശനമായ ഒരു നിയന്ത്രണം ഇത്തരത്തിൽ മോഹൻ കുന്നുമ്മൽ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായിട്ടുള്ള ജോയിൻറ്റ് രജിസ്ട്രാറായിട്ടുള്ള ഈ മിനി കാപ്പനാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൽകിയത്. അതായത് അനിൽകുമാർ നോക്കുന്ന ഫയലുകളിൽ തുടർ നടപടികൾ എടുത്താൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഈ സർവകലാശാലയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഈ മിനി കാപ്പനും ഉൾപ്പെടെയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ അനിൽകുമാർ നോക്കുന്ന ഒരു ഫയലുകളിലും തുടർ നടപടികൾ വേണ്ട എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ മോഹൻ കുന്നുമ്മൽ സർവകലാശാലയെ തള്ളിയിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തിയുള്ള കാര്യം. വലിയ ഭരണപരമായ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ സർവകലാശാല എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ രജിസ്ട്രാറുടെ വിഷയം തന്നെ എടുക്കാം. ഡോക്ടർ KS അനിൽകുമാറാണ് സിൻഡിക്കേറ്റ് നിയമനം നൽകിയ ഔദ്യോഗിക രജിസ്ട്രാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും VC സ്വന്തം നിലയ്ക്ക് രജിസ്ട്രാറുടെ ചാർജ് മിനി കാപ്പൻ എന്ന് പറയുന്ന പ്ലാനിംഗ് ഡയറക്ടർക്ക് നൽകിയിരിക്കുകയാണ്. അത് നിയമപരമായി ശരിയല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഭരണപരമായ വലിയ പ്രതിസന്ധി, അതായത് ഒരേ പോസ്റ്റിൽ രണ്ടുപേർ ഇരിക്കുകയാണ്. ഒരാൾ നിയമപരമായി ഉള്ളയാളും മറ്റേയാൾ നിയമപരമായി അല്ലാത്തയാളും. ഇതൊക്കെ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. ഒരുപക്ഷെ കേരള സർവകലാശാലയുടെയും സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ സംഭവത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇത് കൂടുതലായി ബാധിക്കുന്നത് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെയായിരിക്കും. സാധാരണക്കാരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയമാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ദുർവാശി എന്ന് തന്നെ വേണം അല്ലെങ്കിൽ പറയാൻ. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികൾ നടത്തുന്നത് മൂലം ഇത് വിദ്യാർത്ഥികളെയായിരിക്കും ബാധിക്കുക. ഈ സിൻഡിക്കേറ്റിൻ്റെ അനുമതിയോടെ സർവകലാശാലയിലെത്തിയ, നമുക്കറിയാം സർവകലാശാലയിലെ പൂർണ്ണ അധികാരം ഇത്തരത്തിൽ രജിസ്ട്രാറെ നിയമനം ഉൾപ്പെടെയുള്ള എല്ലാ പൂർണ്ണ സിൻഡിക്കേറ്റിനാണ്. അതായത് പരമ അധികാരി ഇത്തരത്തിൽ സിൻഡിക്കേറ്റാണ്. എന്നാൽ ഈ സിൻഡിക്കേറ്റിൻ്റെ നിർദ്ദേശങ്ങളെ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിലവിൽ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഈ സർവകലാശാലയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പൂർണ്ണമായും ഈ അനിൽകുമാർ നോക്കുന്ന ഫയലുകളിൽ തുടർ നടപടികൾ വേണ്ട, ഈ ഫയലുകൾ തുടർ നടപടികൾ വേണ്ട എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വിദ്യാർത്ഥികളായിരിക്കും. വിദ്യാർത്ഥികളുടെ സർവകലാശാല നടപടികളായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈകുന്നത്. എന്നാൽ ഇത്തരത്തിൽ
ഇത്തരത്തിലൊന്നും യാതൊരു കൂസലുമില്ലാതെ ഈ പൂർണ്ണമായ അധികാരം താനാണ്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് മുകളിൽ താനാണെന്നുള്ള ഒരു ദുർവാശിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ VC മോഹൻ കുന്നുമ്മൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ അനിൽകുമാറിൻ്റെ ഫയലുകൾ തുടർ നടപടികൾ വേണ്ട എന്നുള്ളതും പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ഫയലുകൾ നീക്കം ചെയ്താൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഒരു ഭീഷണി സ്വരത്തിൽ ഇത്തരത്തിൽ മോഹൻ കുന്നുമ്മൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫയലിങ്ങിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇത്. ആ തന്ത്രം ഇത്തരത്തിൽ ഈ ഫയലിംഗ് പ്രൊവൈഡർമാർ പൊളിച്ചതോടുകൂടി ഈ നോഡൽ ഓഫീസർമാരെ ഉൾപ്പെടെ ഇതിൽ നിന്നും പിന്മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഈ ഫയലിംഗിൻ്റെ ഡിജിറ്റൽ പ്രൊവൈഡർമാരെ മാറ്റാനാണോ മോഹൻ കുന്നുമ്മലിന്റെ നീക്കം? അങ്ങനെയാണെങ്കിൽ പകരം ചുമതല ഏത് തരത്തിൽ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിലവിൽ ടെക്നോ പാർക്കിലെ ഒരു സ്വകാര്യ കമ്പനിയാണല്ലോ ഡിജിറ്റൽ പ്രൊവൈഡർമാരുടെ ജോലി ചെയ്യുന്നത്. അവരെയാണല്ലോ സിൻഡിക്കേറ്റ് പണി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ VC അവരെ മാറ്റി പകരം ആരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ചുമതല നൽകുക എന്നതാണ് മോഹൻ കുന്നുമ്മലിന്റെ ലക്ഷ്യം. കാരണം അവിടെ ഇരിക്കുന്നത് സീസ തോമസ് ആണ്. ഈ പറയുന്ന ചാൻസലറുടെ സംഘപരിവാറിന്റെ ഏറ്റവും അടുത്തയാളാണ് സീസ തോമസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോഹൻ കുന്നുമ്മലിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ഉദ്ദേശമാണോ നിലവിൽ ഡിജിറ്റൽ പ്രൊവൈഡർമാരെ മാറ്റുക എന്ന ലക്ഷ്യത്തിന് പുറകിലുള്ളത്? തീർച്ചയായും മനു. എന്തുകൊണ്ടാണെന്നാൽ ഇത്തരത്തിൽ ഈ സീസ തോമസ് സംഘപരിവാറിനും അതുപോലെ തന്നെ നിലവിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ അറിയാം VCക്കും വളരെ അടുത്ത അല്ലെങ്കിൽ അടുത്ത ഒരാളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഈ ഫയലിംഗ് പ്രൊവൈഡർമാർ നിഷേധിച്ചതോടുകൂടി ഈ ഫയലിങ്ങിൻ്റെ എല്ലാ നിയമനങ്ങളും അല്ലെങ്കിൽ നടപടികളും ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിൽ സീസ തോമസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണാധികാരം വീണ്ടും ഇത്തരത്തിൽ ഈ മോഹൻ കുന്നുമ്മലിനെ തന്നെ വരും. സീസ തോമസ് ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ നടപടികളിലൊക്കെ തന്നെ വീണ്ടും വന്നു ചേരുന്നത് ആർക്കായിരിക്കും? എന്തായാലും മോഹൻ കുന്നുമ്മൽ തന്നെയായിരിക്കും. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കുന്നതും ഈ ഫയലിംഗ് പ്രൊവൈഡർമാരെ സസ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ മാറ്റണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ VC മുന്നോട്ട് വയ്ക്കുന്നതും അത് നിരാകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അതൊരു നടപടി നടക്കില്ല എന്ന് ഈ ഫയലിംഗ് പ്രൊവൈഡർമാർ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കുന്നു. ഒരിക്കലും അത് നടക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. അതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഈ ഫയലിങ്ങിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൈമാറാനുള്ള ഒരു നടപടി മോഹൻ കുന്നുമ്മലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവിടെ സീസ തോമസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ളൊരു ചിന്ത എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ ഈ VCക്ക് ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് മനു.